ഒരുപാട് ചോദ്യങ്ങൾ പല കുട്ടികളുടെ അടുത്തും വരുന്നുണ്ട്. അതായത് ഇനി ക്രാഷ് പ്രോഗ്രാമിന് ചേർന്നാൽ എനിക്ക് നീറ്റ് കിട്ടുമോ, JEE കിട്ടുമോ, കീം കിട്ടുമോ എന്നുള്ളതെല്ലാമാണ് ചോദ്യം. ഇവിടെ റിയാലിറ്റി ചെക്ക് നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് തോന്നുന്നുണ്ട്. ഞാൻ ചില ആഡ്സ് ഒക്കെ കണ്ടു. അതായത് 2 മാസം കൊണ്ട് എൻട്രൻസ് ലഭിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഈ കോഴ്സിന് ചേർന്നാൽ നിങ്ങൾക്ക് 99% ഉറപ്പാണ്, അല്ലെങ്കിൽ 98% ഉറപ്പാണ്, നീറ്റിന് റാങ്ക് വാങ്ങാൻ 3 മാസം മതി എന്നുള്ള പരസ്യങ്ങൾ അതിന്റെ കൂടെ വരുന്നുണ്ട്. സോ പരസ്യങ്ങൾ ഓഫ് കോഴ്സ് അതിന്റെ ഒരു മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് എല്ലാവരും ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ ശരിക്കും ഒരു റിയാലിറ്റി ചെക്ക് വിത്ത് ഡാറ്റ നടത്തേണ്ടതുണ്ട്. അതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനാണ് ഷഫീർ സാർ ഇവിടെ പഠിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആക്ച്വലി നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത് എന്താണ്, ക്രാഷ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുന്നത്, എത്ര സമയം നമുക്കുണ്ട് എന്നുള്ളത് നോക്കാം. റൈറ്റ്, എന്തൊക്കെയാണ് ഷെഡ്യൂൾ പറയൂ. JEEയുടെ ഷെഡ്യൂള്, JEEയുടെ എക്സാം എല്ലാവരും അറിഞ്ഞതാണ്. സെഷൻ 1 ജനുവരി 21 മുതൽ 28 വരെയാണ് നടക്കുന്നത്. അപ്പൊ അതിലേക്ക് നമുക്ക് ഇനി ഒരു 2.5 മാസം ഉണ്ട്, ഏകദേശം 75 ദിവസം ഉണ്ട്. അത് കഴിഞ്ഞ് സെക്കൻഡ് സെഷൻ വരുന്നത് ഏപ്രിൽ 1 മുതൽ 8 വരെയാണ്. അതിലേക്ക് നമുക്കൊരു 4.5 മാസം. പക്ഷേ അതിന്റെ ഇടയിൽ ബോർഡ് എക്സാം വരുന്നുണ്ട്. JEE സെഷൻ 1 കഴിഞ്ഞാൽ ഫെബ്രുവരി ഫസ്റ്റ് വീക്കിൽ പ്രാക്ടിക്കൽ എക്സാംസ് ഉണ്ടായിരിക്കും. +2 മോഡൽ എക്സാംസ് ഉണ്ടാവും. മാർച്ച് 1 മാസം ഏകദേശം ബോർഡ് എക്സാമിന് വേണ്ടി മാറ്റി വെക്കണം. അത് കഴിഞ്ഞ് ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ തന്നെ JEEയുടെ സെഷൻ 2 വരും. അതേ മാസം തന്നെ ഏപ്രിൽ 22 മുതൽ കീം എക്സാം വരുന്നുണ്ട്. 28 വരെ എന്ത് വരുന്നുണ്ട്, കീം എക്സാം വരുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ മുന്നിലുള്ള മെയ് 5 നീറ്റ് എക്സാം വരുന്നുണ്ട്. അപ്പൊ അടുത്തൊരു 4-5 മാസത്തിനുള്ളിൽ പ്രധാനപ്പെട്ട എല്ലാ പരീക്ഷകളും കൂടെ എന്ത് ചെയ്യാണ്, 1 by 1 ആയിട്ട് കുട്ടികളുടെ മുന്നിലേക്ക് എത്താൻ പോവാണ്. അപ്പം JEEക്ക് ഒരു 2.5 മാസമാണ് ശരിക്കും സെഷൻ 1 നമ്മുടെ കയ്യിലുള്ളത്. അതെ, ഇതിനുള്ളിൽ ആക്ച്വലി എത്ര ചാപ്റ്റേഴ്സ് നമുക്ക് ടോട്ടൽ കവർ ചെയ്യണം? ഞാൻ മനസ്സിലാക്കുന്ന ഒരു 80 ചാപ്റ്റേഴ്സ് നമുക്ക് കവർ ചെയ്യാനുണ്ട്. അതെ, JEEക്ക് ഒരു 80 ചാപ്റ്റേഴ്സും 81 ചാപ്റ്റേഴ്സും, നീറ്റിന് ഒരു 85ഓളം ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാൻ. അപ്പൊ നമ്മുടെ മുമ്പിലുള്ളത് മാക്സിമം ഒരു 4 മാസമാണ് ടോട്ടൽ ഉള്ളത്. അതിൽ തന്നെ ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് കുറച്ച് സമയം പോകും, പ്രാക്ടിക്കൽ എക്സാം ഉണ്ടാവും, അതിന്റെ ഇടയിൽ എക്സാംസ് പലതും കയറി വരും. ഇതിനിടയിൽ നമുക്കൊരു 80 ചാപ്റ്റേഴ്സ് നമുക്ക് എൻട്രൻസിൽ നമുക്ക് പഠിപ്പിക്കാനുണ്ട്. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ ഷഫീർ സാറൊക്കെ ക്രാഷ് മുമ്പ് എടുത്തിരുന്ന ആളാണ്, ഒരു ക്രാഷ് ക്ലാസ്സിൽ ഒരു ചാപ്റ്ററിൽ എന്താണ് സംഭവിക്കുക, ക്ലാസ്സിൽ എന്താ സംഭവിക്കുക, അതൊന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. നമുക്കറിയാം എൻട്രൻസിന് ഒരു ചാപ്റ്റർ, ഇപ്പോൾ ഫിസിക്സിന്റെ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റെഗുലർ ആയിട്ട് പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 20-25 മണിക്കൂറൊക്കെ പല ചാപ്റ്റേഴ്സ് എടുക്കും. എങ്ങനെ പോയാലും ഒരു 15 മണിക്കൂറിന്റെ മേലെ പഠിപ്പിക്കാനുണ്ടാകും, ഏറ്റവും സിമ്പിൾ ചാപ്റ്റർ അടക്കം. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ 20 മണിക്കൂറിന്റെ ചാപ്റ്റർ 2 മണിക്കൂറിലേക്ക് ഒതുക്കുകയാണ്. 20 മണിക്കൂർ 80 ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ 20 × 80 1600 മണിക്കൂറായി. 1600 മണിക്കൂർ നിങ്ങൾക്ക് ഒരിക്കലും 4 months നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി 1600 മണിക്കൂർ നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് പോലും നിങ്ങൾക്ക് ആക്ച്വലി ഒരു കവർ ചെയ്യാൻ പ്രാക്ടിക്കലി പോസിബിൾ ആണ്. അപ്പൊ അവിടെ നമുക്ക് ബേസിക്കലി എത്ര മണിക്കൂറാണ് നമുക്ക് ഉണ്ടാവുക, നമുക്ക് ഡെയിലി ഇപ്പൊ മാക്സിമം ഓൺ ആവറേജ് നമ്മളൊരു 2 hours ഈ 4 months വെച്ച് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്കൊരു 200 അല്ലെ, 4 months ഫുൾ ഉണ്ടാവില്ല, മാക്സിമം 200 hours ആണ് നമുക്ക് സ്പെൻഡ് ചെയ്യാണ്ടാവുക. എത്ര സമയം ഒരു ക്രാഷിൽ ഒരു ചാപ്റ്റർ പൊതുവെ എൻട്രൻസ് ഫാക്കൽറ്റി പഠിപ്പിക്കും? പൊതുവെ 2 മണിക്കൂറിലേക്ക് ഒതുക്കാനാണ് ശ്രമിക്കുക. റെക്കോർഡഡ് ആയിരിക്കും മിക്കവാറും ക്രാഷ് പ്രോഗ്രാമുകളൊക്കെ ഓൺലൈനായി ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈവൻ ഓഫ്ലൈൻ ആണെങ്കിൽ അടക്കം എന്താണ്, ഒരു ചാപ്റ്ററിന് ഒരു 2 മണിക്കൂറൊക്കെ 2.5 hours ആണ് സ്പെൻഡ് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ അതിലെ പ്രധാനപ്പെട്ട ഇക്വേഷൻസും കോൺസെപ്റ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. 2 മണിക്കൂർ കൊണ്ട് എന്ത് കോൺസെപ്റ്റ് പഠിപ്പിക്കാനാണ്? ഇക്വേഷൻസും ഏരിയാസും കവർ ചെയ്ത് പോകും, കുറച്ച് PYQs ചെയ്യും. ഇതാണ് 2 മണിക്കൂറിൽ ആക്ച്വലി എന്ത് ചെയ്യാൻ സംഭവിക്കുക. അപ്പോൾ ബേസിക്കലി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫോർമുല ഷീറ്റ് നമ്മളെ പഠിപ്പിച്ചു തരിക. അതിന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അങ്ങനെ ഒരു കൺസെപ്റ്റിലോട്ട് ആഴത്തിൽ ഇറങ്ങാൻ സമയം ഉണ്ടാവില്ല. പ്രോബ്ലംസ് വളരെ സ്പീഡിൽ പരമാവധി ചെയ്യും. അവിടെ ഈ ഡൗട്ട്സ് ചോദിക്കാനും അത് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ആക്ച്വലി വളരെ കുറവായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അതിനുള്ളൊരു സമയമില്ല. ആക്ച്വലി ക്രാഷ് എന്ന് പറഞ്ഞാൽ ഇതൊരു ക്രാഷ് ലാൻഡിംഗ് ആണ്, അതിനുള്ളൊരു സമയമില്ല. അപ്പോൾ ഇത് എത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും എന്നുള്ളതാണ് നമ്മളെപ്പോഴും ചോദിക്കുന്നത്. ഇപ്പൊ ഞങ്ങളൊക്കെ ക്രാഷ് പഠിച്ചിരുന്ന സമയത്ത് എനിക്കൊന്ന് ലാസ്റ്റ് ഒരു 1 month ആണ് ക്രാഷ് പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അന്ന് ഫുള്ളൊരു 6-7 hours എൻട്രൻസിന് ഇരുന്നിട്ട്, കാരണം അന്ന് ഈ JEEന്റെ സെഷൻ 1 സെഷൻ 2 ഒന്നുമില്ല. എല്ലാ എക്സാമും ഏകദേശം ഒരു ഏപ്രിൽ എൻഡ് മെയിലാണ് വരിക. അപ്പൊ ബേസിക്കലി ആ ഒരു 1 month എന്നുള്ളത് എന്തായാലും ഒരു 6 hours ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ 200 hours മാക്സിമം കിട്ടും, അല്ലെങ്കിൽ 180 hours കിട്ടും. ഈ 180 hours എല്ലാത്തിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണാണ് നടക്കുക. ഇത് കുറച്ചുകൂടി അങ്ങനത്തെ ഒരു സംഭവം ഇത്തവണ ക്രാഷിന് ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം എല്ലാ എക്സാമും ലൈക്ക് ഏപ്രിൽ 1 മുതൽ കുട്ടികൾ മെയ് 1 വരെ ഓക്യുപ്പൈഡ് ആണ്. റൈറ്റ്, അപ്പോ ആക്ച്വലി ഇതാണ് ക്രാഷിന് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഇത് ആക്ച്വലി ഈ ഒരു 98% 99% അല്ലെങ്കിൽ ക്രാഷ് പഠിച്ച് എൻട്രൻസ് നേടാം എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണ്? നമുക്കറിയാം എൻട്രൻസ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു 2 മാസത്തെ ഒരു ക്രാഷ് കൊണ്ടോ മറ്റോ നേടാൻ പറ്റുന്ന ഒരു എക്സാം അല്ല. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അതിന് പലപ്പോഴും 2 വർഷമോ അല്ലെങ്കിൽ 3 വർഷത്തെയോ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള എഫേർട്ട് തന്നെ വേണം. അപ്പൊ ക്രാഷ് കൊണ്ട് ശരിക്കും ഒരു ഇതുവരെ ഒന്നും തുടങ്ങാത്തൊരു കുട്ടി, രണ്ട് കാറ്റഗറിയിൽ നമുക്ക് സ്റ്റുഡൻസിനെ തിരിക്കാം. ഒന്ന് ഇതുവരെ ഒന്നും അറിയാത്ത ആള്, അവര് ക്രാഷിന് പോയാൽ എന്തായിരിക്കും അവസ്ഥ?
ഇതുവരെ ഒന്നും ചെയ്യാത്തൊരു കുട്ടി, അതായത് ബോർഡ് എക്സാം സ്കൂളിൽ മാത്രം പഠിച്ചൊരു കുട്ടി ക്രാഷ് കോഴ്സിന് പോയിട്ട് പെട്ടെന്ന് ഈ ഇക്വേഷൻസും ഈ PYQs എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞാൽ മിക്കവാറും അത് കിളി പോകുന്നല്ലാതെ കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല, പഠിക്കാനും കഴിയില്ല, സെൽഫായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാനും കഴിയില്ല. അതാണ് സംഭവിക്കാൻ പോകുന്നത്. എന്നാൽ ഇതുവരെ സെൽഫ് സ്റ്റഡി ആയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സെന്ററിലൊക്കെ പോയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കഴിഞ്ഞ ഒരു 1.5 കൊല്ലത്തോളം നന്നായിട്ട് പഠിച്ചൊരു കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫുൾ റിവിഷൻ ആണ് ക്രാഷ്. ഫുൾ റിവിഷൻ ആയിട്ട് ക്രാഷിനെ കാണാം. അവരെ സംബന്ധിച്ചിടത്തോളം ക്രാഷ് ആക്ച്വലി നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും എനിക്ക് തോന്നുന്നത്. റൈറ്റ്, അത്തരം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇതിന്റെ ഇടയിൽ ഒരു വിഭാഗം ഉണ്ടാവും, കുറച്ചൊക്കെ പഠിച്ച് കുറച്ചൊക്കെ ഉഴപ്പിയ ആളുകൾ. അവരും അവരെത്രത്തോളം പഠിച്ചതിനനുസരിച്ചാണ്. അവർ പഠിച്ച ചാപ്റ്റേഴ്സിൽ അവർക്ക് ക്രാഷ് എന്തായിരിക്കും, അവർക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും, അല്ലാത്ത ചാപ്റ്റേഴ്സിന് അവർക്ക് ക്രാഷ് ബെനിഫിഷ്യൽ ആയിരിക്കില്ല. അപ്പൊ എനിക്ക് തോന്നുന്നൊരു ക്രാഷ് പ്രോഗ്രാമിന് നമ്മൾ പോകണ്ടേ എന്നുള്ളതൊക്കെ നിങ്ങളുടെ താല്പര്യം. അപ്പൊ നിങ്ങൾ പോകുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ക്രാഷിലൊരു ചാപ്റ്റർ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രീ റിക്വസ്റ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ്സിന് പോയിട്ട് ഇതെന്താ സംഭവം എന്നറിയാതെ മൊത്തത്തിലൊരു പുകയായിരിക്കും നമുക്ക് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. ഇനി ഒന്നും അറിയാത്ത ഒരു ക്രാഷിന് പോവുകയാണ് നമുക്ക് വിചാരിക്കാം. റൈറ്റ്, ലൈക്ക് എന്തായാലും അവരൊന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും ബെറ്റർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഡെഫിനറ്റ്ലി അവർ ക്രാഷ് പ്രോഗ്രാമിനോ മറ്റെന്തെങ്കിലും പ്രോഗ്രാമിന് പോകുന്നത്. അവർ എങ്ങനെയാണ് ഈ ക്രാഷ് പ്രോഗ്രാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത്? അപ്പോൾ നമുക്ക് ഇപ്പം +2 ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ കേസ് എടുക്കാം. അവർ ഇതുവരെ എൻട്രൻസിന് വേണ്ടി ഒന്നും പഠിച്ചിട്ടില്ല, അവരിപ്പോൾ ഒരു ക്രാഷിന് ജോയിൻ ചെയ്യണം. അപ്പോൾ റിയലിസ്റ്റിക്കലി സ്പീക്കിംഗ് നല്ലൊരു പെർസെന്റേജിലേക്ക് എത്താനോ നല്ല കോളേജിലേക്ക് അഡ്മിഷൻ നേടാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അപ്പോൾ കുറച്ചുകൂടെ ലോങ് ടേം ആയിട്ട് ചിന്തിച്ചുകൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും? അടുത്ത വർഷം റിപ്പീറ്റ് ചെയ്യാനൊക്കെ താല്പര്യമുള്ള കുട്ടികൾ, നിങ്ങൾ റിപ്പീറ്റിങ്ങിന്റെ ഒരു കാര്യം കൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജൂണിൽ ക്ലാസ് തുടങ്ങിയാൽ നവംബറിൽ ഡിസംബറിൽ തീരും. 6 മാസം കൊണ്ടാണ് 85 ചാപ്റ്റേഴ്സ് പഠിപ്പിക്കുക. ഒരു ചാപ്റ്ററിന് ആവറേജ് 2 ദിവസമാണ് കിട്ടുക. അത് ഒന്ന് കണ്ണടച്ച് തുറന്ന് അടുത്ത ദിവസം പോയത്തേക്ക് ഒരു ചാപ്റ്റർ തീരും. അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് എന്ത് ചെയ്യാം? ഇപ്പോഴേ തുടങ്ങാം. ഈ ക്രാഷ് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആക്കി. അതും ക്രാഷ് അല്ല സ്റ്റാർട്ടിംഗ് പോയിന്റ്, ക്രാഷിന് മുമ്പ് അവരെന്ത് ചെയ്യണം? അവർ ആക്ച്വലി പ്രിപ്പയർഡ് ആയിട്ട് വേണം ഒരു ക്രാഷിന്റെ ക്ലാസ്സിന് പോകാൻ. അപ്പോൾ ഒരു MCQs ഒക്കെ പരിചയപ്പെടാനും PYQs പരിചയപ്പെടാനും കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ഒരു ഫീൽ ഒക്കെ കിട്ടി അത്യാവശ്യം കുറച്ച് ചാപ്റ്റേഴ്സ് എങ്കിലും കയ്യിൽ സ്ട്രോങ് ആയിട്ട് എടുത്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അടുത്ത വർഷം. അതോടൊപ്പം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മേ ബി അവർക്കൊന്ന് പ്രയോറിറ്റൈസ് ചെയ്യാൻ പഠിക്കാം. അതായത് ഈ ക്രാഷിന് പോയിട്ട് ഞങ്ങൾ എല്ലാം കൂടി ഈ 85 ചാപ്റ്ററും പഠിച്ചു കളയാം എന്നുള്ളൊരു ചിന്ത ഒന്നും അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം വേണ്ട എന്നാണ് എന്റെ ഒപ്പീനിയൻ. നേരെ മറിച്ച് നമുക്കൊരു 40-50 ചാപ്റ്റേഴ്സിലോട്ട് റിയലിസ്റ്റിക്കലി എത്താൻ കുറച്ചുകൂടി വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് നോക്കി ചെയ്യാൻ ഇപ്പൊ നമ്മുടെ XNY ചാനലിലടക്കം അത്തരം വീഡിയോസ് വരാറുണ്ട്. ലൈക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സിനാണ് വെയിറ്റേജ് ഉള്ളത്, പ്രയോറിറ്റി ഉള്ളത്, അത്തരം ചാപ്റ്റേഴ്സിലോട്ട് ഒന്നുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ ഇനി അടുത്ത വർഷം റിപ്പീറ്റ് ചെയ്യുക, ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി കുറച്ചുകൂടി ബിൽഡ് ചെയ്യാൻ ഒരു പരിചയം വരാൻ. പിന്നെ ഈ വർഷത്തെ എക്സാമുകളെല്ലാം എഴുതുകയും അടുത്ത വർഷത്തേക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും. ആ രീതിയിൽ ഒരു ലോങ് ടേം പ്ലാനോട് കൂടി ക്രാഷിന് ജോയിൻ ചെയ്താൽ മേ ബി അത്. അതെ, ഇനി എല്ലാം അത്യാവശ്യം നന്നായി പഠിച്ച കുട്ടികൾ ക്രാഷിന് ജോയിൻ ചെയ്യുമ്പോൾ ലൈക്ക് ഹൗ ഷുഡ് ദേ അപ്രോച്ച്? ഇതുവരെയുള്ള ഓൾമോസ്റ്റ് സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത കുട്ടികൾ ക്രാഷിന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതൊരു റിവിഷൻ ആയിട്ട് ആ 2 ഹവറിന്റെ ലെക്ചറുകൾ ഉപയോഗിക്കുക. ബാക്കി നിങ്ങൾ അതിൽ സ്വാഭാവികമായിട്ടും എക്സാമിനേഷൻസ് ഉണ്ടാകും, മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാകും, മേ ബി ഒരുപാട് സെന്റേഴ്സ് എല്ലാം കമ്പൈൻ ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ അടക്കം ഉണ്ടാകും. അതായിരിക്കും ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം. യെസ്, അപ്പൊ ഈ ക്രാഷിന് പോയാൽ എൻട്രൻസ് കിട്ടുമോ എന്നുള്ളത് വളരെ സിമ്പിൾ ആയി പറഞ്ഞാൽ ഡിപ്പെൻഡ്സ് ഓൺ വേർ യു സ്റ്റാൻഡ്. എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും 2 മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ 2 മാസം കൊണ്ട് നേടിയെടുക്കാവുന്ന ഒരു സംഭവമല്ല. നിങ്ങൾ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു, നിങ്ങൾ മുമ്പ് എന്തായിരുന്നു എന്നുള്ളതൊക്കെ ഇത് ഹൈലി ഡിപ്പെൻഡന്റ് ആണ്. ഇറ്റ് മാറ്റേഴ്സ്, റൈറ്റ്? അല്ലാത്ത വാഗ്ദാനങ്ങളെല്ലാം ആക്ച്വലി അതൊക്കെ ഒരു മാർക്കറ്റിംഗ് വാഗ്ദാനങ്ങളാണ്. അതിന്റെ ശരി തെറ്റുകൾ നിങ്ങൾ ആക്ച്വലി നിർണ്ണയിക്കുക, അതിലോട്ട് ഞാൻ കടക്കുന്നില്ല. പക്ഷെ അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് ഇതിനൊക്കെ ഒരു ലോഞ്ച് പാഡ് ആയിട്ട് ഇന്റലിജന്റ്ലി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞതിന്റെ ആകത്തുക. അപ്പൊ റിയാലിറ്റി ചെക്ക് എന്ന് നടത്തിയെന്ന് മാത്രം നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ, നിങ്ങളുടെ കമന്റുകൾ താഴെ ഇടാൻ വേണ്ടി മറക്കണ്ട. ഓക്കെ, താങ്ക്സ് അലോട്ട്, ബൈ.